കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും അനധികൃതമായി മരം മറിച്ച് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്നവർ സജീവമായതോടെ വ്യാവസായിക ഉൽപ്പാദനത്തിന് റോ മെറ്റീരിയലായ തടിമരം കിട്ടാതെ തങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പറയുന്നു. അനധികൃത മരം മുറിക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കണ്ണോത്തുംചാൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഒരു ലൈസൻസും എടുക്കാതെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും മരത്തടികൾ തോലുപൊളിച്ച് ഫയർവുഡാക്കി ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്ന മാഫിയകളെ ഇല്ലാതാക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മാഫിയ സജീവമായതോടെ നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് വ്യാവസായിക ഉൽപ്പാദനത്തിന് റോ മെറ്റീരിയലായ തടിമരം കിട്ടാതെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ജനപ്രതിനിധികളും വ്യവസായ വകുപ്പും വനം വകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്ത് അധികൃതരുമടക്കം ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് MD മായിൻ മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ ഫയർവുഡുകളും കട്ടൻസ്, റബ്ബർ ഇതുപോലെ കംപ്ലീറ്റ് അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ സംസ്ഥാനത്തും അതുപോലെ തന്നെ ഈ ജില്ലയിലുള്ള ദുരന്തം നമ്മുടെ ബഹുമാനപ്പെട്ട അഴീക്കോട് MLA ഈ 11-ാം തീയതി നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ കാര്യം പറയുകയുണ്ടായി. മന്ത്രി അതിന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിയമസഭയുടെ അകത്ത് തന്നെ അതിന് മറുപടി പറയുകയുണ്ടായി. 1985 നിയമം ഇവിടെ ഇന്നും നിലവിലുണ്ട്. എന്നാൽ 2008 എന്തോ ഒരു ചെറിയ ഭേദഗതി വന്നതിന്റെ ഭാഗമായിട്ടാണ്. പ്രസിഡന്റ് TP നാരായണൻ, സംസ്ഥാന സെക്രട്ടറി TP വാസുദേവൻ, ട്രഷറർ BP ഗഫൂർ, എക്സിക്യൂട്ടീവ് അംഗം TB മജീദ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.